ഹായ് എവരിവൺ. സോ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാം ആയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിംഗ് ഏരിയ അല്ലെങ്കിൽ C++ന്റെ ഏരിയയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് എന്താണ് കൺസ്ട്രെയിൻസ് എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം നമ്മളൊരു ടേബിളിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ മുകളിലോ അപ്ലൈ ചെയ്യുന്ന റൂളിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമ്മുടെ ഡാറ്റാബേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് കൺസ്ട്രെയിൻസ് അല്ലെ. സോ നമ്മളൊരു ഡാറ്റയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ മുകളിലോ ഒക്കെ അപ്ലൈ ചെയ്യുന്ന റൂളിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കൺസ്ട്രെയിൻസിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് കോളം കൺസ്ട്രെയിൻസും രണ്ടാമത്തത് ടേബിൾ കൺസ്ട്രെയിൻസും ആണ്. ഓക്കെ, അതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ കോളം കൺസ്ട്രെയിൻസ് എന്നാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കോളത്തിന് നമ്മൾ കുറച്ച് റൂൾസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്, കോളം കൺസ്ട്രെയിന്റ് എന്ന് വിളിക്കുന്നത്. നോക്കാം, നമുക്ക് മെയിൻലി കോളം കൺസ്ട്രെയിന്റ് ആയിട്ട് ഒരു 4 എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെ. നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയ ആണ് ഈ ഒരു കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിന് നമ്മൾ നോട്ട് നൾ എന്ന് പറയുന്ന കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോളം എംപ്റ്റി ആയിട്ട് ഇരിക്കാൻ പാടില്ല അല്ലെ, അതിലെന്തെങ്കിലും സ്പെസിഫിക് കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നതാണ് യുണീക്ക് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ആ ഒരു കോളത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം അല്ലെ, എംപ്റ്റി ആവാനും പാടില്ല. ബട്ട് ദ കണ്ടന്റ് ഷുഡ് ബി യൂണിക് അല്ലെ, ഒറ്റ ഡാറ്റ മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. മൂന്നാമതായിട്ട് പറയുന്നത് ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ. ഇനി ഒരു വാല്യൂ വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നാലാമതായിട്ട് പറയുന്നതാണ് ഓട്ടോ ഇൻക്രിമെന്റ് അല്ലെ. നമ്മുടെ റോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പേഴ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു റൂളാണ് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ രജിസ്റ്റർ നമ്പേഴ്സും അല്ലെങ്കിൽ റോൾ നമ്പേഴ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്തു പോകും എന്നുള്ളതാണ്. സോ ഇതാണ് ഒരു കൺസ്ട്രെയിൻസിന്റെ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാബേസ് യൂസേഴ്സ് ആണ് അല്ലെ. നമുക്ക് അധികം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ആരൊക്കെയാണ് ഈ ഒരു ഡാറ്റാബേസിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്? ആരൊക്കെയാണ് ഈ ഒരു ഡാറ്റാബേസിന്റെ യൂസേഴ്സ് എന്ന് പറയുന്നത്? മെയിൻലി നമുക്ക് 4 പേരാണുള്ളത്. ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBA എന്ന് പറയും. രണ്ടാമത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമും കാര്യങ്ങളും ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ആണ്. മൂന്നാമതായിട്ട് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് അല്ല. ആരാണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഗ്രാം ഇപ്പം സിംപ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ അനലിസ്റ്റ്, സയന്റിസ്റ്റ് പോലുള്ള ആളുകളെയാണ് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഡ് യൂസർ അല്ലെങ്കിൽ നേവ് യൂസർ അല്ലെ. നമ്മുടെ ഫൈനൽ ഡാറ്റ പ്രോഗ്രാം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫൈനലി ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ നേവ് യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഇൻ DBMS അല്ലെ. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് അല്ലെ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് അല്ലെ. നമുക്ക് മെയിൻലി 3 ലെവലാണ് വരുന്നത്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആണ്, അതുപോലെ തന്നെ വ്യൂ ലെവലാണ്. ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഹൗ ഡാറ്റ ഈസ് ബീങ് ആക്ച്വലി സ്റ്റോർഡ്, ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ലോജിക്കൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ലോജിക്കൽ ലെവൽ പറയുന്നത് എന്താണ്, വാട്ട് ഡാറ്റ, എന്ത് ഡാറ്റയാണ് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ്. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്നത് വ്യൂ ലെവലാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഹൗ യൂസർ വ്യൂ, ഒരു യൂസർ എങ്ങനെയാണ് ഈ ഡാറ്റയെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ C++ പ്രോഗ്രാം യൂസിങ് സ്വിച്ച് അല്ലെ. നമുക്കിവിടെ എൽസിഫ് ലാഡർ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പ്രോഗ്രാം തന്നിട്ടുള്ളത്. ഇതിനെ സ്വിച്ച് വെച്ച് റീറൈറ്റ് ചെയ്യാൻ അല്ലെ. ഇതുപോലെ നമുക്ക് എപ്പോഴും ഒന്നെങ്കിൽ സ്വിച്ച് വെച്ചിട്ട് എൽസിഫ് ലാഡറിലോട്ടോ അല്ലെങ്കിൽ എൽസിഫ് ലാഡർ വെച്ചിട്ട് സ്വിച്ചിലോട്ടോ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സ്വിച്ചിലേക്ക് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അതിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ അതിന്റെ വേരിയബിൾ സബ് എന്ന് പറയുന്ന വേരിയബിൾ എഴുതിയിട്ടുണ്ട്. ഇനി സ്വിച്ചിലെ എല്ലാ കേസസും അല്ലെങ്കിൽ കണ്ടീഷൻസും നമ്മൾ കേസ് എന്ന് പറഞ്ഞാണ് ചെയ്തത് അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് സബ് ഈക്വൽ ടു എ, അതിന് പകരമായിട്ട് നമ്മൾ സിംപ്ലി ചെയ്തും കേസ് എ അല്ലെ. കേസ് എ ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട്, ദ സി ഔട്ട് വിൽ ബി അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ സി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ട്സ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ജംപ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് ചെക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് വരുന്നത് കേസ് ബി ആണ് അല്ലെ. കേസ് ബി ആവുന്ന സമയത്ത് സി ഔട്ടിൽ നമ്മൾ എഴുതും എന്താണ്, ബിസിനസ് എന്നാണ് സി ഔട്ടിൽ നമ്മൾ എഴുതാറുള്ളത് അല്ലെ. ആൻഡ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അപ്ലൈ ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ എഴുതുന്നത് കേസ് ഇ ആണ് അല്ലെ. കേസ് ഇ എഴുതുന്ന സമയത്ത് അതിന്റെ സി ഔട്ടിൽ നമ്മൾ എഴുതും എന്താണ്, എക്കണോമിക്സ് എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് അല്ലെ. സോ നമ്മൾ എക്കണോമിക്സ് എന്ന് എഴുതും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതും. ഓക്കെ, ഇനി 3 നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊന്നുമല്ല അപ്പോൾ എ അല്ല, ബി അല്ല, അല്ലെങ്കിൽ ഇ അല്ല, മറ്റേതെങ്കിലും ആൽഫബറ്റ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഔട്ട്പുട്ട് ഇല്ല. ആ സമയത്ത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക ഡിഫോൾട്ട് എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലെ. ആൻഡ് അതിന്റെ ഡിഫോൾട്ടിന്റെ സി ഔട്ടിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇൻവാലിഡ് ക്യാരക്ടർ അല്ലെ. ഇൻവാലിഡ് ക്യാരക്ടർ ആണ്. ഇതിന് തരാനുള്ള ഔട്ട്പുട്ട് എന്തില്ല, നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയും. ഇതോടുകൂടി എന്തായും ആ ഒരു ഫംഗ്ഷണൽ ബ്രാക്കറ്റ്, സ്വിച്ചിന്റെ ഫംഗ്ഷണൽ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു
എൽസിഫ് ലാഡറിനെ സ്വിച്ചിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ചില സമയത്ത് നിങ്ങളോട് ചോദിക്കാം ഈ ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, എൽസിഫ് ലാഡറിലോട്ട് തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കി പോവാം. നമുക്ക് എക്സാമിന് എന്തായാലും ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. സോ താങ്ക് യു സോ മച്ച്.